ഇത്രയും വലിയ കാട്ടിലൂടെ ഈ ട്രക്ക് എങ്ങോട്ടാണാവോ? ഞാൻ പല പ്രാവശ്യമായിട്ട് ട്രക്ക് കാട്ടിനുള്ളിൽ പോകുന്നത് കണ്ടു. പക്ഷേ ഇവരൊക്കെ എന്തിനാണാവോ കാട്ടിനകത്ത് പോയിട്ടും വന്നോണ്ടിരിക്കുന്നത്? വരൂ രേവ, നമുക്ക് കാട്ടിനകത്തേക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദിവസവും ട്രക്കുകൾ ഇങ്ങനെ കാട്ടിനകത്തേക്ക് പോയാൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ഞമ്മടെ ജോലി അങ്ങോട്ട് തീർന്നിരിക്കണ്. അല്ലടാ, ഒരു കാര്യം ചോദിക്കട്ടെ, ബോസ് ഇവിടെ എന്ത് ചെയ്യാനാ പ്ലാൻ ഇട്ടിരിക്കുന്നേ? അനക്കറിയില്ലേ, ഈ കാട്ടിലിപ്പോ വലിയ റിസോർട്ട് പണിയാനാണ് പുള്ളി ഉദ്ദേശിക്കണെന്നാ നമുക്ക് തോന്നണത്. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ ഭൂമിയാണല്ലോ. ഈ സ്ഥലത്ത് റിസോർട്ട് പണിയുന്നത് തെറ്റല്ലേ? സർക്കാർ ആണെങ്കിൽ പെർമിഷൻ തരുകയില്ല. നീ പറഞ്ഞതൊക്കെ ശരിയായി, പക്ഷേ ഈ കാടിന് മംഗളം ഉണ്ടാവണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ഇവിടെ റിസോർട്ട് പണിതാലേ പിന്നെ പെർമിഷൻ പെട്ടെന്ന് കിട്ടൂലേ. പിന്നെ വലിയ വലിയ മന്ത്രിമാര് തൊട്ട് താഴേക്കുള്ളവൻ വരെ എന്റെ കൂട്ടുകാരാ, പെർമിഷനൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഇത്രയും ഭംഗിയുള്ള കാട്ടിലെ മരങ്ങളൊക്കെ മുറിച്ച് ഇവർ റിസോർട്ട് പണിയാനാണ് പ്ലാൻ. എത്രയും പെട്ടെന്ന് ലഡു സിംഗ് സാറിനെ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. ലഡു സിംഗിനോട് നീ പിന്നെ പോയി പറയ്. ആദ്യം നിന്നെ കുറിച്ച് ഞാൻ മംഗൾ സിംഗിനോട് പോയി പറയട്ടെ. മംഗൾ സിംഗോ? അതാണ് ഞങ്ങളുടെ ബോസ്. മര്യാദക്ക് ഒച്ചയിടാതെ എന്റെ പുറകെ വന്നോ, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ ഭൂമി പിളർന്നു പോകും, ആകാശം ഇടിഞ്ഞു വീഴും. അല്ല, ഞാനെന്താ ഇവിടെ പഴയ മലയാള സിനിമയിലെ ഡയലോഗ് പറയാണ്? ചൂട്ട കളയും ഞാൻ. തിരിഞ്ഞു നടക്കാൻ. ബോസേ, ഈ കുട്ടികൾ ആ മരത്തിന്റെ പുറകെ ഒളിഞ്ഞു നിന്നേ നമ്മുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കണേ. ഈ ആള് കൊള്ളാലോ മിർച്ചി, നല്ല പണി തന്നെയാ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ വേഗം പറ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അങ്കിൾ, നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ചെയ്യുന്ന ജോലി ശരിയല്ല. എല്ലാം എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിന് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയും. ഓ, ഈ കുട്ടി പോലീസിനോട് പറയൂ അത്രേ. വേഗം ഈ കുട്ടികളെ പിടിച്ചേ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ ജംഗൽ മുഴുവൻ മംഗളകരമാക്കുന്നവനാണ്. പക്ഷേ നീ എന്നോട് ഗുസ്തി പിടിക്കാൻ വന്നിരിക്കുന്നു. പിടിക്കടാ അവനെ. മൂക്കുമുട്ട മട്ടനും കയറ്റി നടക്കും, പക്ഷെ ഒരു കുട്ടിയെ പിടിക്കാൻ പറ്റില്ലടാ നിനക്ക്. കുട്ടി, ഇനി നീ അധികം ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് നിന്റെ കൂട്ടുകാരുടെ ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കാനാ പറഞ്ഞത്. ശിവ, നീ എന്തിനാ ഗുണ്ടകളെയൊക്കെ വെറുതെ വിട്ടത്? ഞങ്ങൾ ലഡു സിംഗ് സാർ ഇങ്ങോട്ട് വന്ന് രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ. ലഡു സിംഗിനെ അറിയിച്ചാൽ മാത്രമല്ലേ അയാൾ ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാത്തിനും കെട്ടിയിട അവിടെ. നോക്കരേവാ, എല്ലാവർക്കും ഇവിടുന്ന് ഒരുമിച്ച് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാ.
ഞാൻ പോയി ലഡു സിംഗ് സാറിനെ വിളിച്ചോണ്ട് വരാം. അതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്ക്. ഓക്കെ ശിവ. എന്തോ നാടാ മോന്തയ്ക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്ന ചെന്നാ ചക്കനെ പിടിക്കേ. എന്റെ റിസോർട്സിന്റെ പണി ഒട്ടും തീരാതെ യൗമാരെ ഒരുത്തനെയും പോലീസിന്റെ അടുത്തേക്ക് വിടാൻ പാടില്ല. പേടിക്കവനെ. സൈക്കിള്. ഹലോ ഹലോ, മിർച്ചിയാണ് പറയുന്നത്. ഇവിടെയുള്ള മരത്തിന്റെ താഴെ ആ കുട്ടിയുടെ സൈക്കിൾ ഇരിക്കുന്നുണ്ട്. ചിലപ്പോ ആ കുട്ടി ഇവിടെ എവിടെങ്കിലും കാണും. കുട്ടി എന്ന് വിളിക്കരുത് മിർച്ചി അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഭയങ്കര സാധനമാണെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ഈ കുട്ടി മരത്തില് തലയിലായി കേട്ടോ കുട്ടി. ഹലോ ലഡു സിംഗ് സർ. യെസ് യെസ് ശിവ. ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളാം. നീ വെറുതെ പേടിക്കരുത്. ഒരു ഭാഗത്ത് അവിടെ ഇരുന്നാ മതി. ഞാൻ അങ്ങോട്ട് വരുന്നത് വരെ മിണ്ടാതിരിക്കണം. ലഡു സിംഗ് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ഓക്കെ. Bye bye. Have a nice day. ഹായ് ബോസ്, ബോസേ, ആ കുട്ടിയെ ഞാൻ കണ്ടു ബോസ്. എന്തിനാടാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്ന? വേഗം കൊണ്ടുപോവനെ. ടാറ്റാ. എന്തിനാണോ ഇങ്ങനെ കിടന്ന് കാറുന്നത്? ഒരു കുട്ടിയെ പോലും പിടിക്കുന്നില്ല. കിഴങ്ങന്മാര് കുട്ടികളെ പോലെ ഒച്ച വയ്ക്കുന്നു. എന്ത് തന്നെ ആണെങ്കിലും ശരി, അവനില്ലാതെ ഇങ്ങോട്ട് വന്നേക്കരുത്. ആ കുരുത്തം കെട്ട കുട്ടി കാരണം നമ്മളിപ്പോ ആകെ കുഴപ്പത്തിലായല്ലോടെ. ആ കുട്ടി ഭയങ്കര സോദരമാ. നീയേ അവന്റെ ഫൈറ്റ് കണ്ടില്ലേ? അവൻ നമ്മുടെ എല്ലൊടിക്കും. ഓ മണ്ടന്മാര്, കാശിന് കൊള്ളാത്തവന്മാര്, ഒരു കുട്ടിയെ പിടിക്കാൻ പറ്റാത്ത ജന്തുക്കളെ.
അവനെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. അവൻ ഇപ്പൊ തന്നെ ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരെയും ശരിപ്പെടുത്തും. ജംഗൽ മേ മംഗൾ ബി അങ്കിൾ. ഇപ്പോഴും സമയമുണ്ട്. എന്റെ കൂട്ടുകാരെ വെറുതെ വിട്ടേക്കൂ, അല്ലെങ്കിൽ നീ മര്യാദക്ക് എന്റെ അടുത്തേക്ക് വന്നേക്ക്. ഇല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൊക്കെ ഞാൻ പണി തീർക്കും. അതെ, ഞാൻ പറഞ്ഞ അതുപോലെ ചെയ്യും. ഈ കാര്യം എന്താ ഞാൻ ആദ്യമേ ആലോചിച്ചില്ല. മര്യാദക്ക് തിരിച്ചു വാ, ഇല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് നീ വിടുകയാണെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ ഞാൻ വെറുതെ വിട്ടേക്കാം. കേട്ടോ ഇവൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങളൊക്കെ കേട്ടോ? അവൻ പറയുവാ നിങ്ങളെയൊക്കെ വിട്ടാലേ അവൻ എന്റെ ആൾക്കാരെ വിടുള്ളൂ അത്രേ. എനിക്കിവിടെ 10-20 ആൾക്കാരുണ്ട്, അറിയില്ല അവന്. നീയാണെങ്കിൽ ഒരുത്തൻ മാത്രം. 20-ൽ നിന്നും വളരെ കുറഞ്ഞിരിക്കുന്നു അങ്കിൾ. ആദ്യം നന്നായിട്ട് എണ്ണാൻ പഠിക്ക്. സാർ എവിടെയാണ് ഇപ്പോ? പിന്നെ ശിവ, ഞാനൊരു 5 മിനിറ്റിനകം അങ്ങോട്ട് എത്തും. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകാം. ആദ്യം അയാളുടെ അടുത്തുള്ള ബാക്കിയുള്ള ആൾക്കാരെയും കൂടി എങ്ങനെയെങ്കിലും കുടുക്കിലാക്കിയാലേ പറ്റൂ. അങ്കിൾ നോക്കൂ, ശിവ നിങ്ങളെ വിളിക്കുന്നുണ്ട്. യെസ് യെസ്, പറയൂ ശിവ. എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയോ നീ? അപ്പൊ അവൻ തോറ്റു തുടങ്ങിയെന്ന് തോന്നുന്നു. അങ്കിൾ എനിക്ക് പേടിയായിട്ട് വയ്യ അങ്കിൾ. ഞാനിപ്പോ എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. സോറി സോറി അങ്കിൾ, എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൂട്ടിട്ട് പോവോ? നിങ്ങളുടെ ആൾക്കാർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞയക്കുമോ? നീ എവിടെയാണുള്ളത്? എന്തെങ്കിലും ഒരു ക്ലൂതാ? ഇവിടെ ഒരു വലിയ ഗുഹയുണ്ട്, അതിനടുത്ത് ഒരു പഴയ കെട്ടിടവും ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഏതോ ഒരു മുറിയിലാണ് ഞാൻ. നിങ്ങളെല്ലാം പോകൂ. കാട്ടിലൊരു ഗുഹയുടെ അടുത്തൊരു കെട്ടിടമുണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ശിവയെ കാണാൻ പറ്റും. ചെന്ന് വേഗം പിടിച്ചോണ്ട് പോവനെ. ഈ മംഗലിനോട് ഒരു പീക്കിരി ഏറ്റുമുട്ടാൻ വന്നേക്കുന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. കാടിനകത്തൊരു ഗുഹയും അതിന്റെ അടുത്തൊരു പഴഞ്ചൻ കെട്ടിടം ഉണ്ടാവും. അവൻ അവിടെ തന്നെ ഉണ്ടാവും. അവൻ തോറ്റിരിക്കുന്നു. അവനെ വേഗം നിങ്ങൾ കൊണ്ടുവരൂ. ഒരു കാര്യം അറിയണോ? ഇനി നിങ്ങൾ കണ്ടോ, എന്റെ ആൾക്കാരൊക്കെ ആ ശിവയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ അവനെ കൊണ്ട് ക്ഷാന്ന് മൂക്കുകൊണ്ട് വരപ്പിക്കും. ഈ ജംഗൽ മംഗലിനോടാണ് അവന്റെ ഒരു കളി. ഗ ഗ ഗ ഗ ഗ ഗ ഗ. ഒന്ന് വേഗം വരൂ, ഞാൻ അവസാനത്തെ മുറിയില്ല. ദാ ഈ ഭാഗത്ത്. ദേ കണ്ടില്ലേ, അവന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത്, മണ്ടൻ.
അങ്കിൾ ഒന്ന് വരൂ, ഒന്ന് ഫൈറ്റ് ചെയ്യാമെന്നേ, വേഗം വരൂ. എന്തിനാ കിടന്ന് നിലവിളിക്കുന്നേ? എന്താ സംഭവിക്കുന്നേ? ആരാരെയാ പിടിച്ചത്? ആരാരെയാണ് കടിക്കുന്നത്? ഇത് എന്ന കുട്ടി വീണ്ടും ഞങ്ങളെ കെണിയിലാക്കി. ഇവിടെ മുഴുവനും പെരിച്ചാനികളാ. ഇവയൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് കടിക്കുക. ഈ മുറിയുടെ അകത്ത് വന്നിട്ട് ശിവ എന്നല്ല അവന്റെ പൊടി പോലും ഇല്ല. പക്ഷെ അവൻ ദൂരത്ത് എവിടെയോ നിന്ന് കളിയാക്കി ചിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കണേ. എവിടുന്നാണ് എലി വന്നത്? ഒരേ ഒരു എലി എത്ര തവണയാന്ന് വെച്ചാ നിന്നെയൊക്കെ കടിക്കുക? എന്റെ മോയി എലികൾ എവിടേക്കാണോ കടിക്കുന്നത്? എലിയുടെ വിഷം കയറി ഞാനെങ്ങാനും ചത്തുപോവോ? കടിക്കുന്നത് എന്നെ ഇവിടെ കടിക്കുന്നത്, അവിടെ കടിക്കുന്നത്. നിങ്ങളുടെ സൈന്യത്തെ എലികളുടെ സൈന്യം അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ആകെ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. ഇത് നിനക്കെങ്ങനെ അറിയാം? ഒരു പീറച്ചെറുക്കൻ എന്റെ എല്ലാ ആൾക്കാരെയും മൂക്ക് കുത്തിച്ചു കളഞ്ഞല്ലോ. എങ്ങനെ എങ്ങനെ സാധിച്ചു ഈ കുട്ടിക്ക്? കുട്ടിയെന്ന് വിളിക്കരുത് ആക്ക്. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇനി തല്ല് കിട്ടണമെന്നുണ്ടോ? വേണ്ട. വേഗം എന്റെ ഫ്രണ്ട്സിനെ അയച്ചുവിട്ട് അവർക്ക് കഴിക്കാൻ ചായയും പലഹാരങ്ങളൊക്കെ കൊടുക്കൂ. ഞാൻ നിങ്ങളുടെ ബോസിന്റെ അടുത്ത് കുറച്ച് സ്വകാര്യങ്ങൾ പറയട്ടെ. എന്നാ കുടിച്ചോളി. എനിക്ക് കുറച്ച് ബിസ്ക്കറ്റ് വേണം. ഇവിടെ എന്താ പാർട്ടി നടക്കുന്നുണ്ടോ? എടാ ചായ മോന്താതെ എന്നെ വന്ന് സഹായിക്കടാ. പറ്റില്ല ബോസേ, കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലി മേടിക്കാൻ ഞമ്മളെ കൊണ്ട് പറ്റൂല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി. കാണിച്ചു തരാം, ഓരോരുത്തരും ഞാൻ കാണിച്ചു തരാം. വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. ആദ്യം ശിവയായിട്ടുള്ള ഫൈറ്റ് ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാടാ.
ഓഹോ, ഇവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പാർട്ടി ഉണ്ട് കേട്ടോ. എവിടെ ജോയിൻ ചെയ്യാനാ സാറിന് ഇഷ്ടം? ആദ്യം പാർട്ടി എന്നിട്ട് പോരെ ഫൈറ്റ്. ഏയ് നോക്ക്, കടുപ്പത്തിൽ 2 ചായ എടുത്തോണ്ട് വന്നേ. ഓന്റെ പരിപ്പളക്കി. എന്റെ ഇൻസ്പെക്ടറെ, ഉത്സവം കാണാൻ വന്നാണോ? നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നോക്കൂ. എത്രയാന്ന് വെച്ചാ ഇവന്റെ തലയാൻ മേടിക്കാം. ഇവൻ എന്നെ എന്തുമാത്രം തല്ലി. എന്റെ ശരീരം മുഴുവൻ ചതഞ്ഞു. എന്റെ മമ്മി പോലും എന്റെ കുട്ടിക്കാലത്ത് എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. ഇനിയിപ്പൊ കരഞ്ഞിട്ടൊക്കെ എന്താണ് കാര്യം? ഐ, ഇതൊക്കെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ? ഗവൺമെന്റ് അനുവാദം ഇല്ലാതെ അവരുടെ സ്ഥലത്തന്നെ റിസോർട്ട് പണിയനല്ലേ വലിയൊരു കുറ്റം തന്നെയല്ലേ അത്? ഐ, പറ. നിനക്കൊന്നും അറിയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്നാൽ ഡയലോഗ് പിന്നെ പറ. ആദ്യം എന്നെ ജയിലിൽ കൊണ്ടുപോ. ഓക്കെ ഓക്കെ, യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഒരു വലിയ കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. നന്ദിയുണ്ട്. ഇനി ഇവൻ പോകേണ്ടത് ജയിലിലേക്കാണ്. നമ്മളിപ്പോ ചെയ്യേണ്ടത് കാട്ടിലൊരു ഗാനമേള നടത്തുന്നു.